ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് സാലാർജംഗ് മ്യൂസിയം ഹൈദരാബാദിലാണ്. ഇത് 1968 ജൂലൈ 24 അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സക്കീർ ഹുസൈനാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അന്ന് ഹൈദരാബാദ് ഭരിച്ചിരുന്ന സാലാർജംഗ് മൂന്നാമനായിട്ടുള്ള മിർ യൂസഫ് അലി ഖാനാണ് 1951 തന്റെ കയ്യിലുണ്ടായിരുന്ന 43,000 തരത്തിലുള്ള കലാസൃഷ്ടികൾ കൊണ്ട് ഒരു ചെറിയ മ്യൂസിയം തുടങ്ങിയത്. പിന്നീട് പല സാധനങ്ങൾ പല രാജ്യങ്ങളിലെയും കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന ഈ വലിയ ഒരു മ്യൂസിയമായിട്ട് ഇത് ഇത് ഇന്ന് കാണുന്ന പോലെ പറഞ്ഞാൽ വലിയതാണെന്ന് പറയാൻ കാരണം ഏകദേശം 38ഓളം ഗാലറികളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ പറ്റും ഗൈസ്. അപ്പം നമ്മൾ ആദ്യം കയറി പോകുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ പല സാധനങ്ങളും കാണാൻ കഴിയും. മരത്തിൻ്റെ ചെയറുകൾ, അതിൽ തന്നെ നമുക്ക് കേരള മോഡൽ ചെയർസ് നമുക്കവിടെ കാണാൻ കഴിയും. പിന്നെ മരത്തിൻ്റെ കുറേ ശിലാരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ 19ാമത്തെ സെഞ്ചുറിയിൽ കിട്ടിയതാണ്. പിന്നെ ചിലതൊക്കെ 13ാമത്തെ സെഞ്ചുറിയിൽ കിട്ടിയത്, അതായത് 800ഉം 700ഉം 600ഉം 100ഉം ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള പല സാധനങ്ങളും. പിന്നെ നമ്മൾ ഒരു റൂമിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മാർബിളിലുള്ള കുറേ ബുദ്ധമതത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് വന്നിട്ട് 12ാമത്തെ സെഞ്ചുറി, അതായത് ഏകദേശം 825 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ളൊരു കലാസൃഷ്ടിയാണ്. ഇതൊക്കെ അദ്ദേഹം എവിടെ നിന്നൊക്കെയോ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും അതുപോലെ ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ. ഇത് പഞ്ചത്രിതി മഹാവീര എന്ന് പറഞ്ഞ ആളാണ്. ഇത് കാക്കതീയ പീരീഡിലുണ്ടായിരുന്ന ഒരാളുടെ സ്റ്റാച്യു ആണ്. അത് 12 സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഏകദേശം 825 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും. വർഷങ്ങളോളം മണ്ണിൽ കിടന്നിട്ട് നമ്മളത് കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ കൈയും തലയും ഒക്കെ പോയിട്ട് ചില അവശിഷ്ടങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയും നമുക്ക് കുറേ രൂപങ്ങൾ അവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ പണ്ടുള്ള രാജാക്കന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ വസ്ത്രങ്ങളൊക്കെ കാണാൻ കഴിയും. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഇപ്പോഴും ഒരു കേട് കൂടാതെ എടുത്തു വെച്ചിരിക്കുന്നു നോക്കൂ. അവർ അത്രയും സെക്യൂർ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നു നോക്കൂ. നമ്മുടെ ഇന്നത്തെ മോഡൽ ഷെർവാണിയാണ് അവർ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന എംബ്രോയിഡറി വർക്കുകളും ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണ് നോക്കൂ. ഇതൊക്കെ രാജാവിൻ്റെ ഡ്രസ്സാണ്. എന്തൊരു ഹൈറ്റാണെന്ന് നോക്കൂ. അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ എന്ത് ഹൈറ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഇതൊക്കെ ബനാറസി സാരികളാണ്. പിന്നെ അന്നത്തെ എംബ്രോയിഡറി വർക്കുകൾ നോക്കി എന്ത് മനോഹരമായിട്ടാണ് അന്ന് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല ഡിസൈൻസും പണ്ടത്തെ എത്ര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ, അത് ടർബൻ ആയിട്ടുള്ളതാണ്. കർട്ടനും ടർബനും ആണ്. ഇത് നോക്കും മയിലിൻ്റെ ചിത്രമുള്ള ഒരു കർട്ടനാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗാലറിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ആനക്കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായ രൂപങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള സംഭവങ്ങളാണ്. ചെയറുകൾ, ടേബിളുകൾ, പിന്നെ പെൻസിൽ എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു ഫുഡ് കോർട്ടും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഗാലറിയിലേക്ക് കയറിയപ്പോൾ അവിടെ മാർബിളിൽ തീർത്തിരിക്കുന്ന പല ശിലകളും നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ കയറി പോകുമ്പോൾ കാണാൻ പറ്റുന്നത് റോമൻ സ്ത്രീകളുടെ ഒരു മനോഹരമായിട്ടുള്ള കുറേ ശില്പങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വിൻ്റർ സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസണിലേക്ക് പ്രതിനിധീകരിക്കുന്ന സ്ത്രീകളുടെ രൂപങ്ങൾ കാണാൻ കഴിയും. അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഈ ഒരു രൂപമാണ്. ഇതെന്ന് പറഞ്ഞിട്ട് നനഞ്ഞ ഒരു തുണി മേലെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ ഒരു രൂപമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇത് മാർബിളിലാണ് തീർത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തുണി മേലെ കൂടി ഇട്ട പോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. വീൽഡ് റെബേക്ക എന്നാണ് അവരുടെ പേര്. ആ രൂപങ്ങളെല്ലാം കണ്ട് നമ്മൾ അടുത്ത റൂമിലേക്ക് കറക്കുമ്പോൾ അവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മളുടെ കത്തി, കുന്തം, കോടാലി, അമ്പ്, വില്ല് എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. ബാഹുബലിയിൽ മാത്രം കണ്ടു പരിചയമുള്ള പല സംഭവങ്ങളും നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ കഴിയും. വാള്, പരിച, കത്തി, പലതരത്തിലുള്ള ഗണ്ണുകൾ, പല മോഡൽസ് ഓഫ് ഗണ്ണുകൾ, പല ഫോർമേഷൻസ് ഓഫ് ഗണ്ണുകൾ എല്ലാം കണ്ടിട്ട് നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ അവിടെ പണ്ടത്തെ പാത്രങ്ങളുടെ രീതികൾ നമുക്ക് കാണാൻ കഴിയും. പ്ലേറ്റ്, വേസ്, പണ്ടത്തെ വാഷ് ബേസിൻ, പണ്ടത്തെ കപ്പ്, സോസർ, പണ്ടത്തെ പാത്രങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതെല്ലാം എന്ത് സൂപ്പറാണെന്ന് അറിയാമോ? അതെല്ലാം കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഒരു പെയിൻറ്റിങ് ഗാലറിയിലേക്ക് നമ്മൾ പോകും. ഇതെല്ലാം മോഡേൺ ആർട്ടാണ്. ഇത് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ എന്തൊക്കെയോ നല്ല മീനിങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കേരള ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരിനെ കാണാൻ പറ്റും. പിന്നെ ഒരു ഗാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാക്കിംഗ് സ്റ്റിക്കുകളുടെ ഒരു വലിയൊരു ശേഖരണമാണ് കേട്ടോ. അത് ആനക്കൊമ്പിലും പിന്നെ അല്ലാണ്ട് മരത്തടിയിലും ഒക്കെ തീർത്തിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്കുകളാണ്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇത് കുത്തി നടക്കാറുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ടോയ്സ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അവിടെ നമുക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ പല കാലഘട്ടങ്ങളിലെ ടോയ്സുകളാണ് കേട്ടോ. അതെല്ലാം ആമ, മുയൽ, ഓന്ത്, അരണ മുതൽ പാമ്പ്, പല്ലി വരെ എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിലെല്ലാം കൃത്യമായിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കയറി പോകുന്നതാണ് പേർഷ്യൻ ഗാലറിയിലേക്ക്. ഇത് കുറച്ച് കളർഫുള്ളാണ്. അപ്പോൾ കുറച്ച് ബോർ
ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കിവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റുകൾ, ഡിന്നർ സെറ്റുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഫ്ലവർ വേസുകൾ, ഗൂജാവുകൾ, ജഗ്ഗുകൾ, പാത്രങ്ങൾ, പ്ലേറ്റുകൾ, സ്പൂണുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം എന്ത് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണല്ലേ. അപ്പം ഇത്രയും കളർഫുള്ളായിരിക്കും പേർഷ്യൻ ചിത്രങ്ങൾ. അപ്പം നമുക്ക് അവിടെ ഇതുപോലെ ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കാണാൻ കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ കയറിയത് ജാപ്പനീസ് ഗാലറിയിലേക്ക് കേട്ടോ. പേർഷ്യൻ ഗാലറി പോലെ തന്നെ വളരെ മനോഹരമാണ് നമ്മുടെ ജാപ്പനീസ് ഗാലറിയും. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവർ വേസുകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രപ്പണികളാണ് എല്ലാറ്റിനും ഉള്ളത് കേട്ടോ. നല്ല കളർഫുള്ളാണ്. എത്ര വർഷം മുമ്പാണ് ഇതുപോലെയും കളർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. അവിടുത്തെ പ്ലേറ്റുകളും സ്റ്റാച്യൂസൊക്കെ നോക്കുക, എന്ത് ഭംഗിയാണെന്ന്. പ്ലേറ്റുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമ്മൾ വേറെ ഈ ക്ലേകളുടെ ഒരു മഹനീയ ശേഖരം, ക്ലേ കൊണ്ടുള്ള പ്രോഡക്റ്റുകളുടെ മഹനീയ ശേഖരം കണ്ടു. അതിനുശേഷം നമ്മൾ ഇതുപോലെ പണ്ടത്തെ യുദ്ധ സൈന്യങ്ങളുടെ രൂപങ്ങൾ, മിനിയേച്ചർ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ബ്രിട്ടീഷ് സൈന്യം, നമ്മളുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപങ്ങൾ, അന്നത്തെ കാലത്തെ വണ്ടികളും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ശംഖുകളുടെ പല രൂപങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ജെയ്ഡ് ഗാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ടോ. ജെയ്ഡ് ഒരു തരത്തിലുള്ളൊരു കല്ലാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല ക്രിസ്റ്റൽ പോലെ നല്ല ക്ലിയർ ആയിരിക്കും. അതുകൊണ്ടുള്ള പല ഐറ്റംസ് നമ്മൾ കണ്ടു. മാല, സ്പൂണ്, മോതിരം, അങ്ങനത്തെ പല സംഭവങ്ങളും കണ്ടു. ഇതെല്ലാം ഓടി നടന്ന് കാണാനാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ദിവസത്തെ പണിയാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഇതുപോലെ രാജാക്കന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ നോക്കും എത്ര വലുതാണെന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് യൂറോപ്യൻ ഗാലറിയിലേക്കാണ് കേട്ടോ. ഹൈദരാബാദ് സാലാർജംഗ് മ്യൂസിയത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് ഇത് മരത്തിൽ തീർത്തിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാച്യു ആണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ആണിന്റെ മുഖവും ബാക്കിൽ ഒരു പെണ്ണിന്റെ മുഖവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ കൂടെ നോക്കി എന്ന് പറഞ്ഞാൽ ആണിന്റെ മുഖവും, ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ പെണ്ണിന്റെ മുഖവും കാണാൻ കഴിയും. സാലാർജംഗ് മ്യൂസിയത്തിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള 1-2 സാധനങ്ങളിലെ ഏറ്റവും പ്രധാനമാണ് ഈ സ്റ്റാച്യു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മരത്തിലാണ് തീർത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ഫുൾ കോസ്റ്റ്യൂമിലുള്ള ഒരു ആണും ബാക്ക് സൈഡിൽ ഫുൾ കോസ്റ്റ്യൂമിലുള്ള ഒരു പെണ്ണിന്റെ ഫേസുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെയാണ് യഥാർത്ഥ കലാകാരന്മാർ. അപ്പോൾ ഹൈദരാബാദ് സാലാർജംഗ് മ്യൂസിയത്തിൽ നമ്മൾ നേരെ കയറിയത് ഗ്ലാസ് ഗാലറിയിലേക്കാണ്. ഗ്ലാസുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ മിറർ കൊണ്ടുള്ള പല ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ടോയ്സ് സെക്ഷൻ്റെ, ടോയ്സുകൾ, പലതരത്തിലുള്ള ടോയ്സ്, ബൊമ്മകളുടെയൊക്കെ ഒരു ശേഖരണത്തിലേക്കാണ് കേട്ടോ. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പല രാജ്യങ്ങളുടെയും വസ്ത്രധാരണ രീതിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു മുത്തശ്ശൻ, മുത്തശ്ശിയൊക്കെ കാണിക്കുന്നുണ്ട്. പല ആൾക്കാരുടെ തൊഴിലുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ ക്ലോക്ക് ഗാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയും കയറി കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് നമ്മൾ കണ്ടിറങ്ങി. നമ്മൾ നടന്ന് നമുക്ക് മതിയാവുണ്ടോ ഗൈസ്. അത്രയും നടന്ന് കാണാനുള്ളതുണ്ട്. കുട്ടികൾക്കൊക്കെ ബോറടിക്കും. അവരൊക്കെ നടന്ന് അവരും ക്ഷീണിക്കും, നമ്മളും ക്ഷീണിക്കും. ഈ മ്യൂസിയത്തിലെ മറ്റൊരു ആകർഷണമാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഈ ക്ലോക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ മണിയൊച്ച കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ എല്ലാ മണിക്കൂറിലും അവിടെ കാത്തിരിക്കാറുണ്ട്. അപ്പോൾ ഹൈദരാബാദിലെ സാലാർജംഗ് മ്യൂസിയം ഒരു സംഭവബഹലമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമല്ലോ. ടാറ്റാ.